തീർച്ചയായിട്ടും ഇത് PM ശ്രീ ഒറ്റക്കല്ല. കേരളത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് BJP CPM ഡീലിൻ്റെ ഓരോ ഘടകങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിലൊന്നാണ് ഈ PM ശ്രീ പദ്ധതി എന്ന് കണ്ടാൽ മതി. മുഖ്യമന്ത്രിയുടെ മകന് നോട്ടീസ് വന്ന കാര്യം ED മറച്ചു വെച്ചതും അത് CPM മറച്ചു വെച്ചതും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ലാവ്ലിൻ കേസ് 40 തവണ മാറ്റിവെക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെ എടുത്തു നോക്കിയാൽ ഒരു പരമ്പര തന്നെയുണ്ട്. അപ്പോൾ അതിൽപ്പെട്ട ഒന്നാണ് PM ശ്രീ പദ്ധതിയും സ്വന്തം പാർട്ടിയുടെ പ്രഖ്യാപിത നയങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് അവർ മുന്നോട്ട് പോകുന്നത്. അത് സംശയമില്ല. കോൺഗ്രസ് നടപ്പിലാക്കുന്നു എന്ന് പറഞ്ഞ് തെറ്റായ ധാരണയാണ്. കർണാടകത്തിൽ 2021 നടപ്പാക്കുക. അന്നേരം കോൺഗ്രസ് ഗവൺമെൻറ് അല്ല, BJP ഗവൺമെൻറ്റുള്ള കാലത്താണ്. തെലങ്കാനയിലും BJP ഗവൺമെൻറ്. പക്ഷേ ഞങ്ങൾ വളരെ കൃത്യമാണ്, ദേശീയ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സിലബസിലും അതുപോലെ കരിക്കുലത്തിലും സംഘപരിവാർ അജണ്ട വെച്ച് നിർത്തുന്ന ഒരു നടപടിയെയും കോൺഗ്രസ് ഗവൺമെൻറ്റുമായിട്ട് സഹകരിച്ച് മുന്നോട്ട് പോകും, കോൺഗ്രസ് ഗവൺമെൻറ് സഹകരിച്ച് മുന്നോട്ട് പോകില്ല എന്ന് വ്യക്തമാണ്. നടപ്പിലാക്കിയത് BJP ഗവൺമെൻറ് തന്നെയാണ്. അല്ല, ഞാനതുകൊണ്ടാണ് പറയുന്നത്, കോടികൾ നമ്മുടെ അടിസ്ഥാനപരം മഹാത്മാഗാന്ധിയുടെ വധം അത് നമ്മുടെ വിദ്യാഭ്യാസ കരിക്കുലത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികളെ. അപ്പോൾ സ്വാഭാവികമായിട്ടും ആരാ കൊന്നത്? ഹിന്ദു മഹാസഭയാവുന്നത്. ഇത് ചർച്ച ചെയ്യേണ്ടതാണ്. അത് വേണ്ട. ഇപ്പം മഹാത്മാഗാന്ധിയെക്കുറിച്ച് പഠിക്കേണ്ട, ഗോഡ്സെയെക്കുറിച്ച് പഠിച്ചാൽ മതി എന്ന് പറയുമ്പോൾ അത് കേരളത്തിലെ ജനങ്ങൾ വിഴുങ്ങാൻ 1400 കോടി കൈക്കൂലിയായിട്ടായിരുന്നു നമുക്ക്. അപ്പോൾ എന്തുകൊണ്ട് CPM എന്ന ഈ പോളിസി മുമ്പ് എടുത്തില്ല? അവരുടെ പാർട്ടി തന്നെ എടുത്ത് CPI എടുത്ത നിലപാടുകൾക്കെതിരായിട്ടാണല്ലോ അവർ പറയുന്നത്. അപ്പോൾ ആ നിലപാട് മാറ്റത്തിൻ്റെ അടിസ്ഥാനം എന്താണെന്നാണ് ഇപ്പോൾ കേരളത്തിൽ വരുന്ന ചോദ്യം. അത് എത്രത്തോളം വരും നമുക്ക് കണ്ടറിയാം. അവർ CPI പറഞ്ഞത് അവർ ആ നിലപാടിൽ അവർ ഉറച്ചു നിൽക്കണമെന്നാണ് എനിക്ക് പറയാനായിട്ട്. പിന്നെ മറ്റൊന്ന് എനിക്ക് പറയാനുള്ളത്, ഇന്നലത്തെ ഹൈക്കോടതി വിധി നിങ്ങൾ മനസ്സിലാക്കിയിരുന്നു. ആ വിധി കണ്ടായിരുന്നോ? അതിനകത്ത് H പാരഗ്രാഫ് എടുത്ത് നോക്കുമ്പോൾ, ഞാൻ നോക്കിയപ്പോൾ കൃത്യമായിട്ടും ഇന്നത്തെ ദേവസ്വം ബോർഡിനെതിരായിട്ടുള്ള അതീവ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഹൈക്കോടതി വിധി വന്നിരിക്കുന്നത്. അതായത് 2019 ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണ്ണപ്പാളി നന്നാക്കാൻ കൊടുത്ത് അത് മുഴുവൻ കൊള്ള നടത്തി. ആ കൊള്ളയെ സാധൂകരിക്കാനും ന്യായീകരിക്കാനും വേണ്ടിയിട്ട് 2025 ഇവർക്ക് വീണ്ടും കൊടുത്തു എന്ന നിഗമനത്തിലേക്കാണ് ഹൈക്കോടതി വന്നിരിക്കുന്നത്. ആ പഴയ കൊള്ള ന്യായീകരിക്കാൻ വേണ്ടിയിട്ടാണ് പുതിയ 2025 തീരുമാനം എന്ന് ഹൈക്കോടതി വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ നിലവിലുള്ള ദേവസ്വം ബോർഡിനെതിരായിട്ടുള്ള ക്ലിയറായിട്ടുള്ള നിരീക്ഷണമാണ് ഹൈക്കോടതി നടത്തിയിരിക്കുന്നത്. ഒരു നിമിഷം പോലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തുടരാൻ അർഹതയില്ല. ഈ നാട്ടിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇടതുപക്ഷ മുന്നണി ഭരിക്കുമ്പോൾ നമ്മുടെ അമ്പലങ്ങളിലെയും ആരാധനാലയങ്ങളിലെയും സ്വത്തുക്കൾക്ക് രക്ഷയില്ലാത്ത അവസ്ഥയാണ് എന്ന് വന്നിരിക്കുകയാണ്. ഇപ്പം ഗുരുവായൂരിലത്തെ ഓഡിറ്റ് റിപ്പോർട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. പത്രങ്ങളിലൊക്കെ ഇന്നലെയും മിനിഞ്ഞാന്നും വന്നുകൊണ്ടിരിക്കുന്നത്. മലബാറിലെ ദേവസ്വങ്ങളുടെ കാര്യം നിങ്ങൾക്കറിയാം. എന്താ അടിസ്ഥാനപരമായ കാര്യം? ഇത് സ്വത്ത് കക്കുക മാത്രമല്ല, വിശ്വാസത്തെ തകർക്കുകയാണ് ചെയ്യുന്നത്. ഇവർക്ക് വിശ്വാസമില്ലാത്തതുകൊണ്ട് ഈ അമ്പലങ്ങൾക്കൊന്നും പ്രസക്തിയില്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള, അമ്പലങ്ങളിലെ സ്വത്തുകൾ കൊള്ള നടത്താനുള്ള കാര്യമാണ് എന്ന് വരുത്തി തീർക്കാൻ. സ്വർണ്ണപ്പാളി എന്ന് പറഞ്ഞ, അയ്യപ്പൻ്റെ സ്വർണ്ണപ്പാളി എന്ന് പറയുന്നത് കേവലം ഒരു സ്വർണ്ണം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള പാളി മാത്രമല്ല, അത് വിശ്വാസികളുടെ മനസ്സിൽ വലിയ സ്ഥാനം നേടുന്ന ഒന്നാണ്. അതുപോലെ ഓരോ അമ്പലത്തിലെയും സ്വത്തുക്കൾ അങ്ങനെയാണ്. അപ്പോൾ അത് കവർന്നെടുക്കുന്നതിന് മുഴുവൻ ലൈസൻസ് കൊടുക്കുന്ന ഒരു കാലഘട്ടം ഇതുപോലെ വേറെ ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് സത്യത്തിൽ വിശ്വാസത്തിനെതിരായിട്ടുള്ള നടപടി തന്നെയാണ്. ഇന്നലത്തെ ഹൈക്കോടതി വിധി വളരെ ഗൗരവതരമായിട്ട് നമ്മൾ കാണും. അത് ശരി, പരാമർശം മാറ്റാൻ വേണ്ടിയിട്ടാണ്, തങ്ങൾ ചെയ്ത കുറ്റം മാറ്റാനല്ല. അതാണ് പറഞ്ഞത്. ഇതിനകത്ത് കൃത്യമായി ദേവസ്വം ബോർഡ് ചെയ്ത കുറ്റം മറച്ചു പിടിക്കാനുള്ള ശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ല, നമ്മൾ മനസ്സിലാക്കേണ്ടത് 2025 ഈ തീരുമാനത്തിൽ സ്പെഷ്യൽ കമ്മീഷണറെ മാറ്റി നിർത്തിയിട്ടാണ് തീരുമാനിച്ചത്. ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണർ, ഹൈക്കോടതി നിശ്ചയിച്ച സ്പെഷ്യൽ കമ്മീഷണറോട് ചോദിച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ചെയ്യാറുള്ളത്. പക്ഷേ ഈ തീരുമാനം ദേവസ്വം കമ്മീഷണർ അറിയാതെ നടത്തി. അതുതന്നെ കോടതി വിധി പറയുന്നുണ്ട് കൃത്യമായിട്ട്. ആ നടത്തിയതിൽ നിന്ന് വ്യക്തമാണ് ഇത് പലരെയും രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് വിപുലമായ കോൺസ്പിറസി അന്വേഷിക്കണം. 2019 കാര്യം മാത്രം അന്വേഷിച്ചാൽ പോരാ, വിപുലമായ കോൺസ്പിറസി അന്വേഷിക്കണം എന്ന് SIT പറഞ്ഞാൽ അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലുള്ള കൃത്യമായ അവിശ്വാസമാണ് എന്നുള്ളത് സംശയമില്ല. അവർക്ക് ഇനി ഒരു നിമിഷം പോലും തുടരാൻ അർഹതയില്ല. അതാണ് അതിനകത്ത് വന്നിരിക്കുന്നത്. അന്വേഷണത്തിൻ്റെ സ്കോപ്പ് ഹൈക്കോടതി വർദ്ധിപ്പിച്ചു, കോൺസ്പിറസി ആംഗിളിലോട്ട് കൊണ്ടുവന്നു. ഞങ്ങൾക്ക് പങ്കെടുത്ത എല്ലാവരും, ഇത് പാർട്ടി അറിയാതെ മാർക്സിസ്റ്റ് പാർട്ടിയിൽ ഒരു ഇല അനങ്ങുമോ? എന്ത്
എല്ലാം അനങ്ങോ? ആരെങ്കിലും ഏതെങ്കിലും ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വിചാരിച്ചാൽ അല്ലെങ്കിൽ മെമ്പർ വിചാരിച്ചാൽ CPM-നകത്ത് ഇതൊക്കെ നടക്കുമോ? അവരെ വിടുവോ? വെറുതെ വിടുവോ? ഗുരുവായൂരിലത്തെ ക്രമക്കേട് നിങ്ങൾ കണ്ട അത് വേറെ ആരും പറഞ്ഞതല്ല. സർക്കാരിൻ്റെ ഓഡിറ്റ്, സ്റ്റേറ്റ് സർക്കാരിൻ്റെ സ്റ്റേറ്റ് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഡിറ്റാണ് പറഞ്ഞിരിക്കുന്നത് 2023 അവിടെയും ഗുരുതരമായ ക്രമക്കേടുകളുണ്ട്. പലതും കാണാനില്ല, പലതും റെക്കോർഡിലില്ല. ഇതിലിപ്പോൾ എന്താ പറയുക, ആ ഓഡിറ്റ് നടപ്പിലാക്കിയ ഉദ്യോഗസ്ഥനെയാണ് ശിക്ഷിച്ചത്, അല്ലാണ്ട് ഓഡിറ്റിൻ്റെ കാരണം കണ്ടെത്തി നടപടി എടുക്കുന്നില്ല. ഇത് എനിക്ക് വിചിത്രമായി തോന്നിയത് തിരുവിതാംകൂർ ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ മറുപടി അത് ഞങ്ങൾ റെക്ടിഫൈ ചെയ്തിട്ടുണ്ട്. റെക്ടിഫൈ ചെയ്തിട്ട് ഓഡിറ്റ് റിപ്പോർട്ട് കാണണ്ടേ? അപ്പോൾ ഇത് കൃത്യമാണ്. അല്ല, അവരെന്തും തുടങ്ങിക്കോട്ടെ, ജനങ്ങളുടെ മനസ്സിൽ കൃത്യമായ ചിത്രമുണ്ട്. കൃത്യമായിട്ട് അവരെ എന്ത് പ്രചരിപ്പിച്ചോട്ടെ, കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ കൃത്യമായ പിക്ചറുണ്ട്, അതവർ കൃത്യമായിട്ട് വരും. ഞാൻ കേരളത്തിലല്ലേ, ഞാൻ ആലപ്പുഴയിൽ നിന്നുള്ള ജനങ്ങൾ ജയിപ്പിച്ച MP അല്ലേ. കേരളത്തിൽ ഞാൻ സജീവമായിട്ടുണ്ടാവും, പക്ഷേ ഏതെങ്കിലും കസേര നോക്കിയിട്ടുള്ള സജീവത്വമല്ല. പാർട്ടിയെ ശക്തിപ്പെടുത്തി പാർട്ടിയെ വിജയിപ്പിക്കാൻ, UDF-നെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സജീവത്വമാണ്. ഞാൻ കേരളത്തിൽ സജീവമായിട്ടുണ്ടാവുന്നത് മാർക്സിസ്റ്റ് പാർട്ടി അധികാരത്തിൽ താഴെ ഇറക്കാൻ വേണ്ടിയിട്ടാണ്. വീണ്ടും പറയുന്നു, ഏതെങ്കിലും കസേര നോക്കിയിട്ടല്ല ഞാൻ സജീവമാകുന്നു.